രാഹുൽ മാങ്കൂട്ടത്തിൽ റിനി ആൻഡ് ജോർജ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ റിനി ആൻഡ് ജോർജ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒരു പാർട്ടിക്കാരിയുമല്ലേ, എന്നെ കല്ലെറിയല്ലേ, കുറെ ദിവസമായിട്ട് എന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ തേജോവധം ചെയ്യുന്നേ, എന്നെ തേജോവധം ചെയ്യല്ലേ, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെ തന്നെ പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറുതൊന്നും ആയിരിക്കില്ല ആ മനുഷ്യൻ സങ്കടപ്പെട്ടത്, അല്ലേ? 1, 2, 3 ഇങ്ങനെ പരാതിക്കാരികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കോടതിയിലെത്തി പരാതിയൊക്കെ, ഇപ്പോഴും ഒരു തീർപ്പുമായിട്ടില്ല. എന്നാൽ ആ വ്യക്തിയെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇന്നും ചില ആളുകളുടെ മുഖത്തെങ്കിലും ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു പുച്ഛം കാണും, അത് എക്കാലവും കാണും. ചില ആളുകൾ പറയും, അവൻ രാഷ്ട്രീയ പിടിപാടിൻ്റെയും കാശിൻ്റെയൊക്കെ പുറത്ത് അങ്ങ് ഇറങ്ങി പോന്നതാ എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടാകും. എന്നാൽ ശരിക്കും ആ മനുഷ്യൻ നിരപരാധിയാണെങ്കിലോ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടേ അവിടെ പറയുക. വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 24ൻ്റെ ഈ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതിൽ ഒരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സത്യം പറഞ്ഞ രാഹുലുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ. നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് റിനി ആൻഡ് ജോർജിലേക്ക് പോകാം. അതാ നല്ലത്. സെക്കൻഡായിട്ട് വെച്ചാൽ മതി റിനി ആൻഡ് ജോർജിൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ആവശ്യം ഉള്ളടേ. അതുകൊണ്ടാണ് ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കേട്ടോ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം, എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. എനിക്കൊരു മകളാണുള്ളത്. അപ്പൊ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം, ഇപ്പത്തെ ജനറേഷൻ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. ഇവര് കാണിക്കുന്നത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെയും വരുന്നില്ല. സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾ കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. അവിടെ ഇരുന്ന് പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ചേട്ടനെ അറിയാമോ? അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രായമുള്ളൊരു വ്യക്തിയാണ്. പോയി ചെന്നിട്ട് ചോദിക്കുക, എടോ താൻ മനുഷ്യനാണോ എന്നൊരൊറ്റ ചോദ്യം അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, അവൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ. ഒരു ബഹുമാനമായ വ്യക്തിക്ക് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അറിവുകേടല്ല, അഹങ്കാരമാണ് പുള്ളിയുടെ വായിൽ നിന്ന് വീണത്. പുരുഷൻ എന്ത് നഷ്ടപ്പെടാനാ? പുരുഷനൊന്നും നഷ്ടപ്പെടാനില്ലെന്ന്. നീ ആദ്യമേ ഒരു പുരുഷനാകും, എന്നിട്ട് നമുക്ക് നിന്റെ കാര്യം ചർച്ച ചെയ്യാം ഇവിടെ. എനിക്ക് അങ്ങനെ ഇയാളോട് പറയാനുള്ളൂ. പുരുഷൻ എന്ത് നഷ്ടപ്പെടാനാണ്? അല്ല, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം അങ്ങ് നഷ്ടപ്പെടാൻ. മാനം പോയാൽ സ്ത്രീക്ക് മാത്രം. ആണുങ്ങൾക്ക് എന്താ ഒരു നാണോ മാനോ ഒന്നും ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ചെന്ന് ഒരു പരാതി കൊടുക്കുന്നു. ചിലപ്പോൾ അതൊരു ഫേക്ക്, വെറുതെ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ അയാളോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് നേരെ കൊണ്ടൊരു പീഡന പരാതി അങ്ങോട്ട് കൊടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ അവനെ പോലീസുകാർ പിടിച്ചോണ്ട് അങ്ങ് പോകും. മനസ്സിലായോ? ഈ ചോദ്യം ചെയ്യലും ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മീഡിയക്കാർ ചെല്ലും ഈ സാധനവും കൊണ്ട്. എന്നിട്ട് പോയി നല്ല വൃത്തിക്ക് അവൻ്റെ ഫോട്ടോ എടുത്ത് മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അങ്ങോട്ടിട്ട് നാറ്റിക്കും. മനസ്സിലായോ? ചിലപ്പം റിമാൻഡിലും പോകും അയാൾ. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ അവൻ പാവപ്പെട്ടവനാ, വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാ എന്ന് ചിലപ്പോൾ തെളിഞ്ഞാൽ അത്രയും ദിവസം അവൻ അനുഭവിച്ച ആ ഒരു മാനസിക ഒരു എന്താ പറയുക, ഒരു മാനസികമായിട്ട് അയാളെ തളർത്തിയ ഒരു ഏത് തരത്തിലേക്ക് വേണമെങ്കിലും ജയിലിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കളയാം എന്ന തരത്തിലേക്ക് അയാളുടെ മനസ്സിനെ എത്തിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ആ ഒരു സ്ത്രീയുടെ, അതിനെ എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവൻ അത്രയും ദിവസം അനുഭവിച്ച ആ ഒരു ടോർച്ചർ, മെൻ്റൽ ടോർച്ചർ, അതിനാര് സമാധാനം പറയും? ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ, അറ്റ്ലീസ്റ്റ് റിമാൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ സ്വന്തം വീട്ടുകാരുടെ ഫ്രണ്ടിൽ ഒരു വില ഉണ്ടാവത്തില്ല. നാട്ടുകാരുടെ ഫ്രണ്ടിൽ, കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നും അവനെ ഒരു പോയിന്റിൽ മോശക്കാരനായിട്ട് എല്ലാവരും കാണുള്ളൂ. അവൻ എത്രയൊക്കെ നല്ലവരാണെന്ന് ഇവിടുത്തെ കോടതി പറഞ്ഞാലും ഇവിടുത്തെ നിയമം പറഞ്ഞാലും സത്യമല്ല ഞാൻ പറഞ്ഞത്. നഷ്ടം ആണുങ്ങൾക്കും ഉണ്ട്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ ആ വിവരക്കേട് പിടിച്ച ആ ഒരു ബോധമില്ലാത്ത ചേട്ടനെ പോലുള്ള ആളുകൾ പ്ലീസ് കേരളത്തിൽ നിന്ന് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടുത്തെ ആണുങ്ങൾക്കും കൂടെ അത് പ്രശ്നമായി മാറും. സ്ത്രീകൾക്ക് മുൻഗണന വേണം, വേണ്ടാന്ന് ഞാനൊരിക്കലും പറയില്ല, വേണം. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം
പെണ്ണിൻ്റെ ആണെങ്കിലും ശരി ആണിൻ്റെ ആണെങ്കിലും ശരി ഫോട്ടോ പുറത്ത് വിടാവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനൊരു കേസ് വന്നു എന്ന് പറഞ്ഞ് നേരെ പുരുഷന്റെ ഫോട്ടോ എടുത്ത് പുറത്ത് വിടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നാണക്കേട് തന്നെയാണ് എക്കാലവും അത്. നമുക്ക് ബാക്കി കേൾക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒന്നും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് ചേട്ടൻ എന്നെ അങ്ങ് പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു. ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത് ചേട്ടന്റെ മക്കൾ, അവരൊക്കെ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴല്ലേ ഞാൻ കള്ള കേസാ കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ട്രോമ തിരിച്ചിടാൻ പറ്റും. ഇതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കാൻ പാടില്ല. ഞാനും അതാണ് പറയുന്നത്. കേസ് തീരുന്നോടം വരെ ഈ പരാതിക്കാരിയുടെയും ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അയാളുടെയും ഫോട്ടോ പുറത്തു വിടരുത്. അങ്ങനെ ഒരു നിയമം എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്നേ തീരുള്ളൂ. മനസ്സിലായില്ലേ? എങ്കിലേ ഈ ഫേക്ക് കേസസ് ഇല്ലാതെ ആവുള്ളൂ. ഈ ഫേക്ക് കേസസ് ഇല്ലാതാകുന്നതിലൂടെ ജെനുവിനായിട്ട് പ്രശ്നങ്ങൾ പറയുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടും. പിടികിട്ടിയോ? അതും വേണ്ടേ? സ്ത്രീകൾക്ക് നീതി വേണമല്ലോ, മുൻഗണനയുള്ളവരാണല്ലോ, അവർക്ക് നീതി വേണ്ടേ? അവർക്ക് നീതി വേണമെങ്കിൽ പ്രോപ്പറായിട്ട് ആ നീതി നടപ്പാക്കാൻ ഇവിടെ പറ്റണം. ഇങ്ങനെയുള്ള ഈ ഫേക്ക് അലിഗേഷൻസും കൊണ്ട് ഇറങ്ങുന്ന, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മുടെ റിനി ആൻഡ് ജോർജ്, നിങ്ങൾക്കറിയാം, ഹോട്ടലിലേക്ക് വിളിച്ചു, മറ്റേത് മറിച്ചേന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും പറയുന്നില്ല. ഇപ്പം ഇതിനെപ്പറ്റി ചോദിച്ചാലും എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ലേഡി ഒഴിഞ്ഞു മാറുക. പക്ഷെ അന്ന് ഇവർ ഈ ഒരു അലിഗേഷൻ വന്ന് ഈ ഒരു പരാമർശം നടത്തിക്കൊണ്ട് മാത്രമാണ് ഇന്ന് 10 പേര് ഈ സ്ത്രീയെ അറിയുന്നത്. അതല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു ഈ സ്ത്രീയെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ? ഇവരൊരു നടിയാണെന്നൊക്കെ പറയുന്നു. ഞാൻ ഇവരെ എങ്ങും കണ്ടിട്ടില്ല അഭിനയിച്ച്, ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഈ ഒരൊറ്റ പരാമർശത്തിലൂടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ ഒരു പരാമർശത്തിലൂടെ മാത്രം കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് റിനി ആൻഡ് ജോർജ്. സോ ഇതുപോലെ 10 പേരെ അറിയാൻ വേണ്ടി തോന്നിവാസം കാണിക്കുന്ന സ്ത്രീകളെ പൂട്ടിയേ പറ്റൂ. ഇല്ല, റിനി പറഞ്ഞത് സത്യമാണെങ്കിൽ അവരതൊരു കേസായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. അവരതിനൊന്നും നിൽക്കുന്നില്ല. വന്ന് ചുമ്മാ സോഷ്യൽ മീഡിയയിലൂടെ എവിടെയോ അവിടെയൊക്കെയോ ഏതൊക്കെയോ മെയിൻ സ്ട്രീം ചാനലിൽ കയറി ഇരുന്ന് കാണാൻ പോണ കഥയും പറഞ്ഞിട്ട് ഷി വെന്റ് ഓഫ്. അങ്ങനെ വേണം പറയാൻ. പിന്നെ സൈലന്റ് ആയി, പിന്നെ സംസാരമില്ല. പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, അത് വിട്ട് കളഞ്ഞേക്കാം, ഞാനത് സംസാരിച്ച് പണ്ട് തീർത്ത കേസാണ്. ഈ വർത്താനം, മനസ്സിലായോ? ഈ വർത്താനം പറയുന്നവരെ പിടിച്ച് ആദ്യമേ അകത്തിടണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിനി ചേച്ചി കുറച്ച് ദിവസമായിട്ട് റിനി ചേച്ചിക്ക് പൊങ്കാലയാണ് നാട്ടുകാരുടെ വക. അല്ല, അത് കിട്ടുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, മറ്റേ ഏതോ പ്രചരണത്തിൻ്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടയിലെ കൂടെ നടന്നു പോകുന്ന റിനി ചേച്ചി ചിരിച്ചുകൊണ്ടൊക്കെ. അപ്പം ഇപ്പം അതൊക്കെ വേറെ തരത്തിലാണ് ചേച്ചി ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ചേച്ചി, നാട്ടുകാർ പൊട്ടന്മാരല്ല, അത് മനസ്സിലാക്കുക. മനസ്സിലായോ? നാട്ടുകാർ പൊട്ടന്മാരല്ല. നിങ്ങൾ പല സമയത്ത് പറയുന്ന പല കാര്യങ്ങളും എന്താണ് ഇവർ അന്ന് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് ചോദിക്കും ആൾക്കാർ. അത് ഇച്ചിരി ബോധമുള്ളവർക്ക് മനസ്സിലാവും. റിനി, ഓക്കെ, വന്നിരുന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കംപ്ലീറ്റ്ലി നിന്റെ കയ്യിൽ നിന്ന് പോയി. മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നിന്റെ കയ്യിൽ നിന്ന് പോയി. നാട്ടുകാർ നിന്നെ വെറുത്തു തുടങ്ങി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞയ്ക്ക് നീ മറ്റേ അവിടെ തള്ളിക്കയറി ചെന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ കൂവി ഓടിച്ചത് നിന്നെ. പിടികിട്ടിയോ? കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ പോലും കളിയാക്കിയത് നിന്നെ. ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവിടെ എല്ലാവരുടെയും മുഖത്ത്. പുഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുള്ള ഒരു പുച്ചച്ചിരി, അല്ലാതെ നറുപുഞ്ചിരി അല്ല, ഒരു പുച്ചച്ചിരി. അതെല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. നിനക്ക് പിന്നെ അതൊക്കെ അതൊക്കെ എന്നെ കരിവാരിത്തേക്കാൻ, എൻ്റെ അന്തസ്, എൻ്റെ ആഭിചാര്യം, എൻ്റെ സൗന്ദര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാർ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കൂക്കലേ നാളെയും കിട്ടത്തുള്ളൂ നിനക്ക്. എന്താണെങ്കിലും റിനി 3 മണിക്കൂർ, ഈ വീഡിയോ എടുക്കുന്നതിനും ഒരു 3 മണിക്കൂർ മുമ്പ് റിനി ഇട്ട ഒരു പോസ്റ്റാണ്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തേജോവധം ചെയ്യുകയും എനിക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരവനിത എന്ന രീതിയിൽ വൻതോതിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ പ്രചരണമൊന്നും ഞാൻ കണ്ടില്ല പൊന്നുപെങ്ങളെ. നീ അതിൻ്റെ ഇടയിൽ കൂടെ ഈ നടന്നു കയറി പോകുന്നത് നാട്ടുകാരെടുത്തേക്ക് ആരോ എടുത്ത വീഡിയോ എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് വെച്ചൊക്കെ താങ്ങി കൊടുത്തു. അത്രേ ഉള്ളൂ. നാട്ടുകാരെല്ലാം ചോദിച്ചേ ഇത് എവിടെയെങ്കിലും ഒരിടത്ത് നിന്നൂടെ ഇവിടെ അവിടെയും കാണാം ഇവിടെയും കാണാം, എന്നിട്ട് മറ്റേ വലിയ പാർട്ടിക്കാരിയാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പാർട്ടിയൊന്നും ഇല്ലെന്ന് കേൾക്കാം നമുക്ക് ബാക്കി. ഞാൻ ഒരുപാട് വൻതോതിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം വ്യക്തമാക്കിയ കാര്യമാണ്, ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമോ പ്രവർത്തകയോ അല്ല. എനിക്ക് ശ്രീ വി ഡി സതീഷിനോടുള്ള അടുപ്പം ഒരു പാർട്ടിയെ
പെടുത്തി ഉള്ളതല്ല. ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്നതും കുടുംബ സുഹൃത്ത് എന്ന നിലയിലുമുള്ള അടുപ്പമാണ്. കുടുംബ സുഹൃത്താണോ? ഇതിനു മുമ്പ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ നാട്ടിലെ MLA ആ രീതിയിൽ എനിക്ക് അറിയാം, പരിചയമുണ്ട് എന്നാണല്ലോ ചേച്ചി പലപ്പോഴും പറഞ്ഞേക്കുന്നത്. ഇപ്പൊ കുടുംബ സുഹൃത്ത് വരെ ആയോ? പെടുത്തുവോ നാളെ VD സതീഷിനെ? പെടുത്തു അങ്ങേരെ? ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്നതും കുടുംബ സുഹൃത്ത് എന്ന നിലയിലുമുള്ള അടുപ്പമാണ്. ഈശ്വര തുല്യനായി കാണുന്ന എന്ന അർത്ഥത്തിൽ മാത്രമാണ് ശ്രീ പത്മനാഭൻ എന്ന പദം ഉപയോഗിച്ചത്. പൊന്നുമോളെ, ഈശ്വര തുല്യൻ VD സതീശൻ അല്ലേ? നാളെ നീ വേറെന്തെങ്കിലുമൊക്കെ പറയുവോ? ഈശ്വരൻ അർപ്പിക്കാൻ പൂവും കൊണ്ട് ഞാൻ ചെന്നപ്പോ എന്നെ, ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം ഈശ്വരന്റെ കരങ്ങൾ ജനങ്ങൾക്കായി അദ്ദേഹത്തിലൂടെ പ്രാർത്ഥിക്കട്ടെ എന്ന ആഴത്തിലുള്ള സന്ദേശമാണ് ഞാൻ അതിൽ അർത്ഥമാക്കിയത്. നല്ല അർത്ഥമാക്കല്. അതിനെയും അനാവശ്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. മോളെ, നീ എഴുതിയിടുന്നത് നീ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആരാണെങ്കിലും വേറെ തരത്തിലൊന്ന് വ്യാഖ്യാനിച്ച് പോകും. അത് ഞങ്ങളുടെ കുറ്റമല്ല, നിന്റെ നാക്കിന്റെ പ്രശ്നമാണ്. പിടികിട്ടിയോ? അത് നീ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം പിതാവിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ മാനസ പിതാവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഏതു പാർട്ടിയാണെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും ശരികളെ അഭിനന്ദിക്കാനും ഇഷ്ടമാണ്. ഞാൻ ടൈസൺ മാഷിൻ്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടിയും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചരണം നടത്തിയിട്ടില്ല. കൊട്ടിക്കലാശം കാണാൻ പോയതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയാലോ. കൊട്ടിക്കലാശം കാണാൻ പോയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടിക്കലാശത്തിനു ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ മാത്രമാണ് അത്. എന്നെ കണ്ടപ്പോൾ പലരും വീഡിയോ എടുക്കുകയും പലരും അടുത്തു വരികയും ഞാൻ അവരോട് എല്ലാം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആർക്കു വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. ഓക്കെ കുട്ടാ, കേട്ടോ? ഓക്കെ. പാവം മണ്ടന്മാര് ജനങ്ങൾ, നമ്മളെല്ലാം പൊട്ടന്മാരാ. നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചോളാം. ഒരു കലാകാരി അവതാരക എന്നാണോ അവരാധിക എന്നാണോ? നീ പോട്ടെ. അവതാരക, മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പല നേതാക്കന്മാരുമായും പരിചയമുണ്ട്. അവതാരകയോ നീയോ? കലാകാരി, മാധ്യമ പ്രവർത്തക? എനിക്ക് ഈ മേഖലയിലൊന്നും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഏതെങ്കിലും ഇവിടെ അഭിനയിച്ച ഏതെങ്കിലും സിനിമയോ ഈ ആങ്കറിങ് നടത്തി എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഫോട്ടോകൾ എടുക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണല്ലോ. അതെല്ലാം മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുകയാണ്. പൊന്നു പെങ്ങളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഈ അവതാരക, കലാകാരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സിനിമാ താരമായിട്ടുള്ള നിന്റെ ഫോട്ടോ ഞാനെങ്കിലും കണ്ടിട്ടില്ല. ഞാനൊന്ന് പോയി തപ്പി നോക്കട്ടെ. ഈ നിന്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിലെ പല ആളുകളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ മാത്രം നീ എടുത്ത് തള്ളി പുറത്തേക്ക് വിട്ടത് കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒന്ന് സംശയം വരും. ദൈവമേ, നീ അടുത്ത സരിതയാണോ? അടുത്ത പണിയും കൊണ്ട് ഇറങ്ങുവാണോ? ചിന്തിക്കും മോളെ, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. അതുപോലെയാണല്ലോ നീ കാണിച്ചു വെച്ചത്. മാങ്കൂട്ടത്തിൽ എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു, കഴിഞ്ഞു. ആ ഒരൊറ്റ പരാമർശം, പിന്നെ അതിനെപ്പറ്റി സംസാരമില്ല, കേസും ഇല്ല കൊച്ചിന്. നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. അതെല്ലാം മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച ഒരു ഗൂഢശ്രമം നടക്കുകയാണ്. എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ച് പൊതുബോധം സൃഷ്ടിച്ച് എനിക്ക് സാമൂഹ്യ വിലക്ക് ഏർപ്പെടുത്തുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നതിനെയും ചോദ്യം ചെയ്യുകയാണ്. ഞാൻ വന്നു സത്യപ്രതിജ്ഞ അലങ്കോലപ്പെടുത്തി എന്ന തരത്തിൽ പോലും വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ. പോലും വാർത്തകൾ സൃഷ്ടിച്ചു. കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും അവിടെ കടന്നു വരാൻ അവകാശമുണ്ടല്ലോ. കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന പാർട്ടി പുറത്താക്കിയ വ്യക്തി വന്നതിൽ പോലും ജനാധിപത്യപരമായി തെറ്റാണെന്ന് പറയുകയോ ഞാൻ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇനി അതും കൂടെ ഉള്ളൂ. നീ അതും കൂടെ ചോദിക്ക്. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുവാണല്ലോ. കേസുകളിൽ പാർട്ടി പുറത്താക്കിയ വ്യക്തി വന്നതിൽ പോലും തെറ്റായെന്ന് പറയാൻ ഞാൻ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം ജനാധിപത്യ അവകാശത്തിന് നേരെ കൂകി വിളികൾ ഉയരുന്നത്? നിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് മോളെ. നിനക്കറിയില്ലെങ്കിൽ മാമൻ പറഞ്ഞു തരാം. നിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. മനസ്സിലായോ?
എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ വിവരിച്ചത്. ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ പേരെടുത്ത് ഞാൻ വിമർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്? ഒരു സ്ത്രീ എന്ന നിലയിൽ ലാസ്റ്റ് ഇറക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ കൊള്ളാം കുഞ്ഞെ, കൊള്ളാം, നല്ല കാര്യം കേട്ടോ. ഒരു സ്ത്രീ എന്ന നിലയിൽ ധാർമ്മികമായി ഞാൻ ഇരകളായ പെൺകുട്ടികൾക്കൊപ്പം നിലപാടെടുത്തു. നിശബ്ദരാക്കപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകളുടെ ശബ്ദമായി എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിശബ്ദരാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഗിണിയായി ചാടിയിറങ്ങിയ ഒരു വനിതയാണ് നമ്മുടെ ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ റിനി ആൻ ജോർജ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മാസങ്ങളായി എന്നെ നിരന്തരം ആസൂത്രിതമായോ വേട്ടയാടുകയാണ്. അതിൽ ഞാൻ തളരുന്നില്ല എന്ന് മനസ്സിലാക്കി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് ക്യാമ്പയിൻ തന്നെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഹേറ്റ് ക്യാമ്പയിനാ? അത് അഴിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാവരുടെയും മനസ്സ് നിന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ട് മോളെ. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. എന്നെ നേരിട്ട് കയ്യേറ്റം ചെയ്യാനും ആക്രമിക്കാനും സോഷ്യൽ മീഡിയയിലൂടെ വൻ തോതിലുള്ള ആഹ്വാനം നടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, പല കോണുകളിൽ നിന്ന് ഭീഷണികളും ഉയരുന്നുണ്ട്. ഈ ഗൂഢസംഘം ഇനിയും പല വിധത്തിൽ എനിക്കെതിരെ കുപ്രചാരങ്ങൾ നടത്തും എന്ന ബോധ്യം എനിക്കുണ്ട്. എല്ലാത്തിനും ഞാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ മൗനമായി ഇരുന്നതും. എന്നാൽ ഇതെല്ലാം കാണുന്ന പല നിഷ്പക്ഷരായ വ്യക്തികളും പൊതുജനവും എന്നെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണത്തിന് തയ്യാറാവുന്നത്. മോളെ, നീ എത്രയൊക്കെ വിശദീകരണം നടത്തിയാലും ജനങ്ങൾക്ക് നിന്നോടുള്ള ആ ഒരു വെറുപ്പുണ്ടല്ലോ, അത് പോവാൻ തോന്നുന്നില്ല. അത് വേറൊന്നുമല്ല, ബാക്കിയെല്ലാം നീ മറന്നേക്കൂ. നീ വന്നിരുന്ന് കുറെ കഥകൾ പറഞ്ഞു. അത് ആർക്കെതിരെയാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നീ അത് മിണ്ടുന്നില്ല. നിനക്കെതിരെ സീനായി, ആൾക്കാർ തിരിഞ്ഞു, കാര്യങ്ങൾ നിന്നോട് ചോദിക്കാൻ തുടങ്ങി, തെളിവുകൾ കാണിക്കാൻ പറഞ്ഞു. നീ ഒരു കേസായിട്ട് മുന്നോട്ട് പോയാലും നിന്റെ ഒന്നുമില്ല, വെറുതെ വന്നിരുന്ന് നാവാടിയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പുറകെ പോയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായ നീ ഒതുങ്ങി. ഇതെല്ലാവർക്കും മനസ്സിലായതാ. പിടികിട്ടിയോ? നേരത്തെ ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടില്ലേ? ഇതിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാ. ഇതുപോലുള്ള കുറെ ഐറ്റങ്ങൾ ഇറങ്ങും. മനസ്സിലായോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർ മാത്രമല്ല, വേറെയും വന്നിട്ടുണ്ട്. അത് വിടുക. പക്ഷെ ഇങ്ങനെയുള്ള ചില ആളുകൾ വെറുതെ കഥ പറഞ്ഞിറങ്ങിയ, വെറുതെ കൊണ്ടൊരു കേസ് കൊടുത്താൽ പെട്ടില്ലേ നമ്മൾ? മനസ്സിലായോ? പെട്ടില്ലേ നമ്മൾ? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റും കാണും, ചെറിയ തോതിലുള്ള. അതിനെ പുകച്ചു മറ്റേ വലിയ രീതിയിലാക്കും. എന്നാൽ ഓപ്പോസിറ്റ് കേസ് കൊടുത്ത ആളുടെ ഭാഗത്തുള്ള തെറ്റൊക്കെ എല്ലാം മൂടിക്കളയും. കാരണം സ്ത്രീയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ പെടുകയുള്ളൂ. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ നിയമത്തിൽ ഉള്ള കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതൊന്നും മാറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. മനസ്സിലായോ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.